മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിലെ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ടുള്ള മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനും മഴക്കെടുതിയെ നേരിടാൻ ജനങ്ങൾക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കുന്നതുമായും ബന്ധപ്പെട്ട് കുട്ടനാട് താലൂക്ക് ഓഫീസിൽ കുട്ടനാട് തഹസിൽദാരുമായി ചേർന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി അവലോകന യോഗം നടത്തി. പ്രളയം വന്നതിനു ശേഷം പ്രവർത്തനം നടത്തുന്നതിന് പകരം പ്രളയത്തിന് മുന്നോടിയായി തന്നെ ആവശ്യമായ പ്രതിരോധ പ്രവർത്തനങ്ങളും മുൻകരുതലുകളും എടുക്കണമെന്ന് എം പി ആവശ്യപ്പെട്ടു. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിലെ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ടുള്ള മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനും മഴക്കെടുതിയെ നേരിടാൻ ജനങ്ങൾക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കുന്നതിനുമായി കുട്ടനാട് താലൂക്ക് ഓഫീസിൽ കുട്ടനാട് തഹസീൽദാരുമായി ചേർന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി യോഗം നടത്തി. അവലോകന യോഗത്തിൽ വിവിധ തീരുമാനങ്ങളും കൈക്കൊണ്ടു. എല്ലാ പഞ്ചായത്തുകളിലും ഇപ്പോൾ വെള്ളം കയറി ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതി നിലനിൽക്കുകയാണ്. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വെള്ളപ്പൊക്കം ഉണ്ടായതിനു ശേഷമുള്ള നടപടികൾ നടത്തുന്നതിന് പകരം വെള്ളപ്പൊക്കം വരുന്നതിന് മുമ്പ് ആളുകൾക്ക് ആ ബുദ്ധിമുട്ടിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ കിഴക്കൻ വെള്ളം വന്ന് ഇപ്പോൾ പിയപുരം തോട്ടപ്പള്ളി ലീഡിംഗ് ചാനലിൻ്റെ ആഴം വർദ്ധിപ്പിച്ച് പരമാവധി വെള്ളം കടലിലേക്ക് തള്ളുക, അതോടൊപ്പം തന്നെ വേമ്പനാട്ട് കായൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ചെളി നീക്കം ചെയ്യാത്തത് കൊണ്ട് വേമ്പനാട് കായലിന് വെള്ളം കിഴക്കുന്ന് ഒഴുകി വരുന്ന വെള്ളം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ആ വേമ്പനാട് കായലിൽ നിരന്തരമായി ആവശ്യപ്പെടുകയാണ് അവിടുത്തെ കായലിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ചെളി നീക്കം ചെയ്യണം, നിർമ്മാർജ്ജനം ചെയ്യെങ്കിൽ മാത്രമേ ഈ പമ്പ മറ്റ് ആറുകളിൽ നിന്നൊക്കെ കടന്നു വരുന്ന വെള്ളം അത് ഉൾക്കൊണ്ട് ഈ വെള്ളപ്പൊക്കം തടയാൻ കഴിയുള്ളൂ. എന്നാൽ സംസ്ഥാന ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഇതുവരെയും വേമ്പനാട് കായലിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ടൺ മണലും അതുപോലെ ചെളിയും അത് നീക്കം ചെയ്യാത്തതിൻ്റെ വലിയൊരു ഭീഷണിയാണ് കുട്ടനാട് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തണ്ണീർമുക്കം മണ്ണിൻ്റെ ഷട്ടർ തുറന്നാലും വെള്ളം ഒഴുകിപ്പോകാനുള്ള സാധ്യതയില്ല. അത് വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമേ വെള്ളം പോകുള്ളൂ. പക്ഷേ വെള്ളം ആഴത്തിലേക്ക് കായൽ സ്വീകരിക്കണം, വേമ്പനാട് കായൽ സ്വീകരിക്കണമെങ്കിൽ അവിടെ ഏതാണ്ട് 10-25 വർഷമായി അടിഞ്ഞുകൂടി കിടക്കുന്ന ചെളിയും മണ്ണും അതുപോലെ മണൽ ഉൾപ്പെടെയുള്ള നീക്കം ചെയ്താൽ മാത്രമേ അത് വെള്ളം ഉൾക്കൊള്ളാൻ വേമ്പനാട് കായലിന് കഴിയുകയുള്ളൂ. ഇത് പലതവണ ഞങ്ങൾ ഭരണകൂടത്തിന് ജില്ലാ ഭരണകൂടത്തിൻ്റെ മുന്നിലും താലൂക്കിലും ഒക്കെ തന്നെ ഉന്നയിച്ചുള്ളതാണ്. റവന്യൂ വകുപ്പ് മന്ത്രിയുടെ മുന്നിൽ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഗവൺമെൻറ് അത് പരിശോധിക്കാമെന്നൊക്കെ പല ഘട്ടത്തിലും ഉറപ്പ് നൽകിയെങ്കിലും അത് ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പോഴും ഈ വെള്ളപ്പൊക്ക ഭീഷണിയെ നേരിടുന്നത്. ഈ ചെറിയൊരു മഴ പെയ്താലും അല്ലെങ്കിൽ കിഴക്ക് പെയ്യുന്ന മഴയുടെ പെയ്ത്ത് വെള്ളം ഇവിടേക്ക് വരുമ്പോൾ വെള്ളം കയറി വീടുകൾക്കകത്ത് വെള്ളം കയറി ആഴ്ചകളോളം ആളുകളുടെ ദൈനംദിന ജീവിതം താളം തെറ്റുന്ന ഒരു സാഹചര്യമാണ് കുട്ടനാട്ടിലുള്ളത്. തുടർച്ചയായുള്ള മഴ മൂലം നിലവിൽ കുട്ടനാട്ടിലെ ജലനിരപ്പ് കിഴക്കൻ വെള്ളത്തിന്റെ ശക്തമായ വരവോടുകൂടി ഉയർന്നിരിക്കുകയാണ്. മഴയോടൊപ്പമുള്ള അതിശക്തമായ കാറ്റുമൂലം മരങ്ങൾ വീണ് നിരവധി വീടുകളും അനുബന്ധ കെട്ടിടങ്ങളും തകർന്ന സ്ഥിതിയുമുണ്ട്. ഇതോടൊപ്പം തന്നെ നിരവധി വീടുകളും അനുബന്ധ കെട്ടിടങ്ങളും വെള്ളക്കെട്ടിലുമാണ്. വെള്ളപ്പൊക്കം മൂലം ഉണ്ടായേക്കാവുന്ന അടിയന്തരാവസ്ഥയെ നേരിടാൻ എല്ലാവിധ മുന്നൊരുക്കങ്ങളും ക്രമീകരിക്കണമെന്ന് തഹസീൽദാരോട് എം പി ആവശ്യപ്പെട്ടു. നിലവിൽ സംസ്ഥാന സർക്കാർ വെള്ളപ്പൊക്കത്തെ നേരിടാൻ എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും യോഗത്തിൽ ചർച്ച ചെയ്തത്. കുട്ടനാട്ടിലെ തലവടിയിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. എന്നാൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ടി വരുമെന്നാണ് തഹസിൽദാർ അറിയിച്ചിരിക്കുന്നത്. പ്രളയം വന്നതിന് ശേഷം പ്രവർത്തനം നടത്തുന്നതിന് പകരം പ്രളയത്തിന് മുന്നോടിയായി തന്നെ ആവശ്യമായ പ്രതിരോധ പ്രവർത്തനങ്ങളും മുൻകരുതലുകളും എടുക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി പറഞ്ഞു. തോട്ടപ്പള്ളി സ്പിൽവേ, തണ്ണീർമുക്കം ബണ്ട് എന്നിവ പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാണെന്ന് ഉറപ്പാക്കേണ്ടതുണ്ടെന്നും എം പി പറഞ്ഞു. CDNet ന്യൂസ്, മാവേലിക്കര.